സാർ, രഞ്ജിത്ത് സാറുമായിട്ടുള്ള ഈ കഥയിലോട്ട് എങ്ങനെ എത്തിയെന്നുള്ളത് സിബി സാർ. രഞ്ജിത്തുമായിട്ടുള്ളത് ഈ സമർപ്പണത്തിലെ ഒരു തോട്ട് വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, വേറെ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് മലയാളത്തിൻ്റെ സിനിമയാണ് ആദ്യം ആലോചിച്ചത്. അതൊരു തമിഴിലൊക്കെ വലിയ ഹിറ്റ് സിനിമകൾ ചെയ്യുന്നത് KT കുഞ്ഞുമോൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ. അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ അദ്ദേഹം വലിയൊരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ച പറഞ്ഞത്. ഞാനുണ്ടാക്കിയ കഥ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഈ കഥ അദ്ദേഹം ഉദ്ദേശിച്ച പോലെയുള്ള ഒരു ആക്ഷൻ പാക്ട് മൂവി അല്ലായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ ഒരു സിനിമയാണ് എൻ്റെ പ്രതീക്ഷിച്ചത്. അത്തരം സിനിമകൾ ചെയ്യാൻ എനിക്ക് അത്ര പ്രാപ്തിയില്ലാത്തതുകൊണ്ട് ആ പ്രോജക്റ്റ് പിന്നെ നടന്നില്ല. അങ്ങനെയാണ് തമിഴിലേക്ക് പെട്ടെന്ന് ആ സമയത്ത് പ്രൊഡ്യൂസർ വന്നിട്ട് തമിഴ് ചെയ്യാനായിട്ട് മൂവി ചെയ്തത്. ആ പ്രോജക്റ്റും ലാസ്റ്റ് മിനിറ്റ് ഷൂട്ടിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തലേദിവസം ഷൂട്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്തിരുന്നു. പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ടായ ചില സാമ്പത്തിക പ്രശ്നം അതറിഞ്ഞപ്പോൾ ഈ കഥ കേട്ട് അറിഞ്ഞ് ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെയാണ് മലയാളത്തിലേക്ക് പോയത്. രഞ്ജിത്തും ഞാനും കൂടെ ഈ കഥയുടെ പ്രൊഡ്യൂസർ 2-3 വർഷങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫോമില്ല, അത് പല ഘട്ടങ്ങളായിട്ട് അതിന് ഫോം ചെയ്ത് വന്നിട്ട് ഇപ്പോൾ വേറെ പ്രൊഫഷനിലേക്ക്. സാർ, രഞ്ജിത്ത് സാറുമായിട്ട് പുതിയ അസോസിയേറ്റ് വല്ലതും ഉണ്ടാവുമോ? അങ്ങനെ ഒരു ചിന്തയുള്ളൊരു കഥ നമ്മുടെ ഡിസ്കഷനുണ്ട്. രഞ്ജിത്തും ഞാനും കൂടെ ചെയ്യുന്നൊരു സിനിമയുടെ ഒരു കഥയുടെ രൂപമായിട്ടുണ്ട്. താങ്ക് യു. മാഡം